സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധകൾ പെരുകുമ്പോഴും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നൊരു വാർത്ത നേരത്തെയുള്ള വാർത്തയാണ് അല്ലേ? 5 ലക്ഷം ഭക്ഷ്യ സംരംഭകർക്ക് കേരളത്തിലുള്ളത് വെറും 170 ഉദ്യോഗസ്ഥർ മാത്രം. 1000 ഭക്ഷ്യ സംരംഭകർക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പായില്ല. 152 പേർ PSC റാങ്ക് ലിസ്റ്റിൽ നിയമനം കാത്തുകിടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഉത്തരവ് നൽകിയിട്ടില്ല. ഹോട്ടലുകളിലെ ഭക്ഷണ നിലവാരം ഉറപ്പാക്കേണ്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടുന്നത്. FSSI സർക്കുലർ പ്രകാരം 1000 ഭക്ഷ്യ സംരംഭകർക്ക് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വേണമെന്നാണ്. 5 ലക്ഷം സംരംഭകരുള്ള കേരളത്തിൽ കുറഞ്ഞത് 500 ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെങ്കിലും വേണം. എന്നാൽ നിലവിലുള്ളത് വെറും 170 പേർ. FSSI ചട്ടമനുസരിച്ച് നിലവിൽ 330 പേരുടെ ഒഴിവുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും ആവശ്യത്തിന് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ നിയോഗിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കേരളത്തിൽ മാത്രം നടപ്പായില്ല. ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്ത സാഹചര്യത്തിലും PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിയമനം കിട്ടാതെ കാത്തുകിടക്കുന്നത് 152 പേരാണ്. അതിൽ 42 പേരുടെ ലിസ്റ്റ് സർക്കാരിലേക്ക് ശുപാർശ നൽകാമെന്ന് പറഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 52 പുതിയ തസ്തികകൾ പുതിയതായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആകെ 10 തസ്തികകൾ മാത്രമാണ് അനുവദിച്ചിരുന്നത്. അതിൽ 42 പോസ്റ്റിംഗ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ 152 പേരുടെ PSC റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതിൽ 2 NJD, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് പോയവരുടെ അങ്ങനെ ഉണ്ടായ വേക്കൻസി മാത്രമാണ് ഇതുവരെ റിപ്പോർട്ടായിട്ട് 2 അഡ്വൈസ് പോയിട്ടുള്ളത്. വേറെ ഒരു നിയമനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. പരാധീനതകൾ ആൾക്ഷാമം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. പരിശോധന നടത്തുമ്പോൾ അതിവേഗത്തിൽ സാമ്പിളുകൾ ശേഖരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. എന്നാൽ 3 ജില്ലയ്ക്ക് ഒരു ലാബ് എന്ന ചട്ടം നിലനിൽക്കുമ്പോഴും പരിശോധനയ്ക്കായി സംസ്ഥാനത്താകെയുള്ളത് 3 ലാബാണ്. സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധകൾ പെരുകുമ്പോഴും ആവശ്യത്തിന് ഫുഡ് സേഫ്റ്റി ജീവനക്കാർ ഇല്ല എന്നുള്ളത് കഷ്ടമാണ്. കൃത്യമായിട്ട് ജീവനക്കാരെ നിയോഗിച്ചാൽ, കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ ഭക്ഷ്യവിഷബാധകളുടെ എണ്ണം കൂടുന്നത് കുറയ്ക്കാനാകും. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.